കാറ്റത്തെ കിളിക്കുണ്ട് നാളത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുഭാഷ് അന്തിമ തീരുമാനത്തിനായി ഇങ്ങനെ നിൽക്കണം. സുഭാഷ് എന്ത് പറയുന്ന ആഗ്രഹിച്ച് ഇങ്ങനെ എല്ലാവരും നിൽക്കണം. ചേട്ടാ എന്നിട്ട് ആലോചിക്കണേ, അങ്ങോട്ട് കെട്ട് എന്നിങ്ങനെ ഹരീഷ് പറയുന്നു. അപ്പോൾ സുനന്ദര അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമവും പേടിയും. സുഭാഷിൻ്റെ കയ്യിലാണെങ്കിൽ ആ താലി ഇപ്പം പെട്ടെന്ന് കെട്ടുമോ എന്നുള്ളൊരു ചിന്തയൊക്കെ ആയിരുന്നു എല്ലാവർക്കും. എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുന്നുണ്ട്. അവളെ കണ്ണി നോക്കിക്കാണ്ട് അങ്ങോട്ട് താലി കെട്ടടാ എന്നിങ്ങനെ അട്ടഹസിക്കുന്നുണ്ട് നമ്മുടെ ഭാസ്കരനും. സുനന്ദ ഏതാ അത് പ്രതീക്ഷിച്ച് ഇങ്ങനെ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കണ്, താലി കെട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും നിൽക്കണ്. അപ്പോൾ നമ്മുടെ സുഭാഷ് ഇങ്ങനെ സുനന്ദയോട് ചോദിക്കണേ, ഞാൻ നിന്നെ വിവാഹം കഴിച്ചാൽ നിൻ്റെ അച്ഛനും അമ്മയും മരിച്ചാൽ നീ സന്തോഷത്തോടെ എൻ്റെ കൂടെ ജീവിക്കുമോ എന്നിങ്ങനെ ചോദിക്കണേ. അപ്പോൾ സുനന്ദ പറയും, അത് അവർക്കൊന്നും പറ്റരുത് സുഭാഷ് ഏട്ടാ, അവരും ജീവിച്ചിരിക്കണം എന്ന് പറയും. എന്നാൽ നീ അവരെ കൂടെ തിരിച്ചു പോകണം. നാളെ രാവിലെ അല്ലെങ്കിൽ ആ ഒരു അപമാനം കൊണ്ട് അവരെന്തെങ്കിലും ചെയ്താൽ ജീവിതത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടാവുമോ? എല്ലാവരുടെ കണ്ണീരും കണ്ടിട്ട് നമ്മൾ സന്തോഷിക്കണോ? നമുക്കങ്ങനെ ജീവിക്കണോ എന്ന് ചോദിക്കുമ്പോൾ സുനന്ദ അങ്ങനെ ആകെ ഒന്നും മിണ്ടാണ്ട് നിൽക്കണ്. അപ്പോഴത്തേനും അവരൊക്കെ ഇങ്ങനെ വഴക്ക് പറയുന്നു. ഇവരിങ്ങനെ ഭാഷ ചെയ്താണ്. ചേട്ടൻ അതൊന്നും നോക്കണ്ട, ചേട്ടൻ കേട്ട് എന്നിങ്ങനെ എല്ലാവരും മാറി മാറി പറഞ്ഞിട്ട് ദിതി പാത്രമൊന്നും പറയണില്ല. അങ്ങനെ വാ മോളെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സുനന്ദനെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകണം. എന്നിട്ട് സുനന്ദ പോണ വഴിക്ക് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കണം. ഭാസ്കരനാകെ ദേഷ്യം നിരാശയായിട്ട് എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് നേരെ അറാത്തേക്ക് പോകും വീടെടുത്ത് വലിക്കാൻ. എന്നിട്ട് സുനന്ദ വീണ്ടും വീണ്ടും റോഡെത്തണത് വരെയും ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകണം. സുഭാഷ് അതൊക്കെ അങ്ങനെ കണ്ണ് നിറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണണം. അങ്ങനെ വീട്ടിൽ ചെന്ന് സുനന്ദരെ കാല് പിടിക്കുന്ന അച്ഛൻ കാക്കേ വീണു, ശരിക്കും കാൽക്കേ വീണു. അപ്പോൾ സുനന്ദ അയ്യോ അച്ഛൻ എന്തീ കാണിക്കണേന്ന് ചോദിക്കും. അപ്പോൾ അമ്മയും കാക്കേ വീഴും. അമ്മ ആദ്യം വഴക്കുറയിടി, കണ്ടടി ഒരു പ്രായമായ ആൾ നിൻ്റെ കാൽക്കേ വീഴുന്നു എന്നറിയും. നീ ഒന്നും മിണ്ടാണ്ടിക്കടി, ഞാൻ സംസാരിക്കാൻ എൻ്റെ മോളോടെന്ന് പറയും. എന്നിട്ട് കാല് പിടിക്കുന്നു. മോളെ ഇന്നലെ ഈ നാളെ നിനക്ക് മനസ്സിലാവും, ഇത് നല്ലതാണ്, അച്ഛൻ മോളെ ദോഷത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, നല്ലതിന് വേണ്ടിയിട്ടാണ്, നീ ഞങ്ങളെ വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സുനന്ദ മനസ്സോടെ സുഭാഷും വേണ്ടാന്ന് പറഞ്ഞല്ലോ, അങ്ങനെ കല്യാണത്തിന് സമ്മതിക്കുന്നു. വീട്ടിലാണെന്നുണ്ടെങ്കിൽ സുഭാഷ് പിറ്റേ ദിവസം രാവിലെ സുഭാഷ് ഇങ്ങനെ ഡ്രസ്സൊക്കെ തേക്കിന് നമ്മുടെ നികേഷിന് കോളേജിൽ കിട്ടുണ്ടാകാനുള്ളതൊക്കെയാണ്. അപ്പം അവരൊക്കെ വഴക്ക് പറയുന്നു. ഇത്രയും നാളും നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന് പരസ്പരം പറയാണ്ട് പേടിച്ച് നിന്ന് ഇതിപ്പോൾ സുനന്ദയായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഏട്ടൻ അത് തകർത്ത് കളഞ്ഞെന്നൊക്കെ ഹരീഷും അതുപോലെ തന്നെ സുധീഷൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏട്ടാ ഇപ്പോഴെങ്കിലും ഒരു വാക്ക് പറയും, ഞങ്ങൾ പോയി കൊണ്ടുവരാം അവളെ എന്നങ്ങനെ പറയുന്നു. പക്ഷേ നിമിഷ നേരമുള്ളൂ താലി കെട്ടിനെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും സുഭാഷ് ഒരു അക്ഷരം മിണ്ടാണ്ട് അങ്ങനെ തന്നെ നേരെ ജോലിക്ക് പോകും. അവരോട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറയും. അങ്ങനെ സുഭാഷ് ജോലി സ്ഥലത്ത് പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ വെറുതെ ഇങ്ങനെ സിമെൻറ്റ് ഇങ്ങനെ മണ്ണൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ വെറുതെ ഇങ്ങനെ കോരി ഒഴിക്കുന്ന അളവൊന്നുമില്ലാണ്ട്. അപ്പോൾ ഇതിന് ആ ബയ്യ വന്നിട്ട് എന്താ ബയ്യ പറ്റിയത്? ഒന്നുമില്ല, സമയം എന്തായിന്ന് ചോദിക്കും. അപ്പോൾ 10 മണി കഴിഞ്ഞു. 10 മണി കഴിഞ്ഞല്ലേ, ഇപ്പോൾ താലികെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. ആരുടെ എന്നൊക്കെ ചോദിക്കും. സുനന്ദരെ എന്ന് പറയും. അത് പോട്ടെ ബയ്യാന്ന് സമാധാനിപ്പിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 12 മണിയായപ്പോൾ വീണ്ടും പറയണ്, ഇപ്പോൾ ഭക്ഷണം വിളമ്പി തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ എന്നൊക്കെ പറയുന്നിങ്ങനെ. അപ്പോൾ നമ്മുടെ സുഭാഷിൻ്റെ മനസ്സിങ്ങനെ തെറ്റി നിൽക്കണം എന്നുള്ള കാര്യം മനസ്സിലാവണം. അങ്ങനെ ബയ്യർ പെട്ടെന്ന് ഹരീഷ് അങ്ങോട്ട് കയറി വരും പണി സ്ഥലത്തേക്ക്. അപ്പോൾ ബയ്യ ചോദിക്കുമ്പോൾ എന്താന്ന് ചോദിക്കും. ചേട്ടനെ കാണാൻ, ചേട്ടനാകെ മനസ്സ് കയറിയിരിക്കുന്നു, ഒരേ മണിക്കൂർ ഒരേ സമയമാകുമ്പോൾ താലികെട്ട് കഴിഞ്ഞോ, ഭക്ഷണം വിളമ്പിയിട്ടുണ്ടാവോ, ഇറങ്ങിയിട്ടുണ്ടാവോ, ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമെന്ന് പറയും. അങ്ങനെ സുഭാഷ് നമ്മുടെ ഹരീഷ് ചെല്ലുമ്പോൾ സുഭാഷ് ഇങ്ങനെ തൂണും ചാരി ഇരിക്കുകയായിരിക്കുള്ളൂ. അങ്ങനെ ഏട്ടാന്ന് കുറേ വിളിക്കും. പെട്ടെന്ന് ചാടി എനിക്ക് നീ എന്താ ഇവിടെയെന്ന് ചോദിക്കും. നിങ്ങൾക്ക് ചായ പറയട്ടെ എന്ന് പറയും. അപ്പോഴത്തേനും ആളുടെ ചായ എടുത്ത് കൊടുക്കും. അയ്യോ തണുത്തല്ല, വേറെ ചായ പറയാന്ന് പറയും. എനിക്ക് ചായ ഒന്നും വേണ്ട, ഞാൻ ചേട്ടനെ കാണാൻ വന്നതാണ്, ചേട്ടൻ ഓക്കെ അല്ലേ? സുനന്ദര കല്യാണം കൊണ്ട് ചേട്ടന് വിഷമിച്ചിരിക്കുകയായിരിക്കും എനിക്കറിയാം. ഇല്ലടാ എനിക്കൊരു വിഷമമൊന്നുമില്ല, അതിലങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ അതേക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടെന്ന് പറയും. ആ പെണ്ണ് നികേഷും വരുന്നത് നീ എന്താടാന്ന് ചോദിക്കും. ഞാൻ ചേട്ടന് നല്ല വിഷമമായിരിക്കും എനിക്കറിയാം, ചേട്ടൻ എന്തെടുക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്, ഒരു സമാധാനം ഇല്ലാണ്ടെന്നൊക്കെ പറയും. നിങ്ങൾ സമാധാനമായിട്ട് കോളേജിലും ജോലിക്കൊക്കെ പോക്കും, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ധൈര്യപൂർവ്വം അങ്ങോട്ട് കണ്ണൊക്കെ തുടച്ച് ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞയക്കണ്. അങ്ങനെ അവർ പോയി കഴിയുമ്പോൾ വീണ്ടും സുഭാഷ് ഇറങ്ങണ്. സുഭാഷിന് പണി സൈറ്റിൽ ഇരിക്കാൻ തോന്നുന്നില്ല, വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങി കറക്റ്റ് സുനന്ദയുടെ വീടിൻ്റെ ആ ഭാഗം എത്തുമ്പോൾ സുനന്ദ കല്യാണം കഴിഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് കണ്ടത്. എന്താണോ സുഭാഷ് കാണാൻ ഇങ്ങനെ കാണല്ലേ എന്ന് പ്രാർത്ഥിച്ചത് അത് തന്നെ സുഭാഷിൻ്റെ മുന്നിൽ വന്ന് പെട്ട്. സുഭാഷ് അപ്പോൾ അവിടെ നീങ്ങി കഴിഞ്ഞിട്ട് ആ കാഴ്ച കാണുന്നു കണ്ണ് നിറഞ്ഞുകൊണ്ട്.
അങ്ങനെ സുനന്ദൻ്റെ തോളിലൊക്കെ പിടിച്ചിട്ടുണ്ട് ചെക്കൻ ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് കൊടുക്കണ്. അങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കും, അങ്ങോട്ട് നോക്ക് എന്നൊക്കെ പറയും. പെട്ടെന്ന് കഴുത്ത് ചരിക്കാൻ പറയുമ്പോൾ കഴുത്ത് ചരിക്കുമ്പോൾ സുഭാഷിനെ കാണും. അങ്ങനെ സുനന്ദ ഇങ്ങനെ നിറഞ്ഞ കണ്ണുകളോടെ സുഭാഷിനെ നോക്കി നിൽക്കും. സുഭാഷ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ടാറ്റ പോലെ കാണിക്കും. ഇങ്ങോട്ട് നോക്കുമെന്ന് പറഞ്ഞ് ഫോട്ടോഗ്രാഫർ സുനന്ദനെ വഴക്കൊക്കെ പറയും. അപ്പോൾ ഇങ്ങോട്ട് നോക്കണത്. എന്നിട്ട് പിന്നെ അവരകത്തേക്ക് പോകുമ്പോഴും സുനന്ദ ഇങ്ങനെ സുഭാഷിനെ നോക്കിക്കൊണ്ട് പോണു. അങ്ങനെ വീട്ടിലേക്ക് എത്തും. സുഭാഷ് ഒരു കണക്കിന് വീട്ടിലെത്തും. അവിടെ ചെല്ലുമ്പോൾ നിധി പഠിക്കുകയായിരിക്കും, എന്തോ വായിക്കുകയായിരിക്കുള്ളൂ. അപ്പോൾ എന്താ ഏട്ടാ നേരത്തെ പോകുന്നോന്ന് ചോദിക്കും. മൂണ് കഴിച്ചെന്ന് ചോദിക്കും. ആ ഞാൻ കഴിച്ചു. മൂണ് കഴിച്ചോന്ന് ചോദിക്കും. ആ ഞാൻ കഴിച്ചു എന്ന് പറയും. ഏട്ടൻ ചോറ് എടുക്കട്ടെ സുഭാഷ് ഏട്ടാന്ന് പറയും. വേണ്ട മോളെ എന്ന് പറയും. എന്നിട്ട് അടുക്കളയിൽ പോയി വെള്ളം എടുത്ത് ഇങ്ങനെ ഒഴുക്കിന് വായിലേക്ക് അമ്മയത്ത് കൂടെ ഒക്കെ പോകും. ചേട്ടാ സൂക്ഷിച്ച് എന്ന് പറയും. അല്ല കുഴപ്പമില്ല എന്ന് പറയും. എന്നിട്ട് സെറ്റിൽ വന്നിരിക്കും. വീണ്ടും അകത്ത് കസേരയിലിരിക്കും. വീണ്ടും എഴുന്നേറ്റ് പോകും, ബാത്റൂമിൽ പോകും, വാതിൽ തുറക്കും, വെള്ളം എടുത്ത് കുടിക്കും. അങ്ങനെ ഭയങ്കര ടെൻഷൻ. അപ്പോൾ നമ്മുടെ നിധിക്ക് കാര്യം മനസ്സിലായി. എന്നാലും നിധി ചോദിക്കുന്നു, എന്താ ഏട്ടൻ ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. അതെ മോളെ ഞാൻ ഓക്കേനെ. മോൾ വീണ്ടും ചോദിക്കുന്നു, മോൾ ഭക്ഷണം കഴിച്ചെന്ന് പറയും. ചേട്ടൻ എന്താ തലവേദനയെന്ന് പറയും. ഇന്നാളും പറഞ്ഞല്ലോ തലവേദന, ഹോസ്പിറ്റലിൽ പോകണം. ഏയ് വേണ്ട മോളെ എന്ന് പറയും. ഒന്ന് ഇരുന്നാൽ മതി എന്ന് പറയും. എന്നിട്ട് അവിടെ ഇരിക്കും. പിന്നെ ഇങ്ങനെ വിറയ്ക്കുന്ന ശരീരമൊക്കെ, ആകെ ടെൻഷൻ. അപ്പോൾ നിധി ചെന്ന് പതുക്കനെ സുഭാഷിൻ്റെ കയ്യുമ്മ ഇങ്ങനെ പിടിക്കും. സ്വന്തം ചേട്ടനാണല്ലോ, അത്രയ്ക്കധികം ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് തന്നെ കയ്യുമ്മ ഇങ്ങനെ ധൈര്യത്തോടെ പിടിക്കും. അപ്പോൾ പെട്ടെന്ന് സുഭാഷ് ആ രണ്ട് കൈയും കൂടെ കൂട്ടി പിടിക്കും. എന്നിട്ട് അങ്ങോട്ട് ഒറ്റ കരച്ചിലായിരിക്കുള്ളൂ. പെൺകുട്ടികൾ പോലും മാറി നിൽക്കുമ്പോൾ അതുമാതിരിയാണ് നമ്മുടെ സുഭാഷ് പൊട്ടി കരയണ്. നിധി അങ്ങോട്ട് വല്ലാണ്ടാവും. നിധി അങ്ങോട്ട് ചോദിക്കും, എന്ത് പറ്റിയേട്ടാ പറയൂ സുഭാഷ് ഏട്ടാ, എന്തിനിങ്ങനെ കരയണേ? ഞാൻ എന്താണ് മോളെ കാണരുതെന്ന് പ്രാർത്ഥിച്ചത്, അത് ഞാനിന്ന് കണ്ടു എന്ന് പറയും. കല്യാണ വേഷത്തിൽ താലിമാലയൊക്കെ ഇട്ടിട്ട് സുനന്ദ വന്ന് നിൽക്കുന്നത് കാഴ്ച ഞാൻ കണ്ടു. അവൾ എന്നെയും കണ്ടു. നിറഞ്ഞ കണ്ണുകളോട് അവൾ എന്നോട് എൻ്റെ മുഖത്ത് നോക്കി. ഒരിക്കൽ പോലും ഞാൻ അവളെ ഇഷ്ടമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടില്ല മോളെ. എത്രയോ തവണ അവൾ ഈ വീട്ടിലേക്ക് വന്നിരുന്നു. എനിക്കപ്പോൾ അവൾ വരുമ്പോഴൊക്കെ ഇഷ്ടം തന്നെയായിരുന്നു. പക്ഷെ ഞാനത് പുറത്ത് കാണിച്ചിട്ടില്ല. അവളെ വീട്ടിലാണെങ്കിലും എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഡബ്ബയിലാക്കി അവൾ കാണാണ്ട് കൊണ്ടുതരും എനിക്കെന്ന് പറഞ്ഞിട്ട്. അവളിവിടെ വന്ന് വായതോരാതെ ഓരോന്നൊക്കെ സംസാരിക്കുമ്പോൾ ഞാനത് ആസ്വദിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ആ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും അതിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പം തോന്നുന്നു മോളെ ഇഷ്ടമാണെന്നെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിധിയുടെ രണ്ട് കൈയും കൂട്ടി പിടിച്ച് സുഭാഷ് അങ്ങോട്ട് കരയിന്, ഉറക്കനെ കരയിന്. മനസ്സിലെ വിഷമം മുഴുവനും നിധിയും കൂടെ കരയിന്. നിധിക്ക് കാര്യം മനസ്സിലായത് കൊണ്ട് തന്നെ നിധിക്ക് എന്ത് പറയണമെന്നറിയില്ല. അങ്ങനെ ഭയങ്കര വിഷമം. പെട്ടെന്ന് സുഭാഷ് ഇങ്ങനെ തോർത്ത് മുണ്ടൊക്കെ എടുത്ത് മൂക്കൊക്കെ തുടച്ചിട്ട് പറയും, മോളെ ഞാൻ വിഷമിപ്പിച്ചല്ലേ, സോറി. ഏട്ടനെ പെട്ടെന്ന് നിയന്ത്രണം വിട്ട്. സാരില്ല എന്ന് പറയും. എന്നിട്ട് വേഗം നിധി അടുക്കളയ്ക്ക് പോകുന്നുണ്ട്. ഒരു ചായയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകണമാണ്. സുഭാഷ് എടുക്കാനും പോകും. അങ്ങനെ നമ്മുടെ നിധിനോട് മാത്രം സുഭാഷ് എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്ന് അങ്ങോട്ട് സംസാരിക്കുന്ന നാളത്തെ എപ്പിസോഡിലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.